Hello and welcome to Manorama Horizon. And we are Thomas, and today we will study about electricity. So, what is electricity? This electricity is exactly. So, there are definitions. Definition. Electricity is a collective name for phenomena that have to do with movement of charges in physical systems. In which any system charges, protons, electrons, ions move cheyanaengil aa movement inde kaaranam undavana phenomenon nammal oru collective aayittulla oru peru koduthu aa peru endana electricity ennana. Appo electricity ennu parnal edengilum oru object aayittulla oru peralla adu pala phenomenalkalkku aayittulla oru collective aayittulla oru peraanennaanu nammal manasilakkundadu. Appo adutha chodyam, what is an electric circuit? Appo nammude kayil ivide endullathu, let's see what we have here. This system, we have many objects, we have wires. This is a conducting wire. That's a rubber insulation. We have a battery. This is a battery or a cell. Here we have a light bulb. So, we have a system. This system has many components. Bulb, wire, a battery. And this is a closed system. This is connected. നമ്മൾക്ക് ഒരു ക്ലോസ്ഡ് പാത്ത് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ പാത്തിൽ എന്താണ് ഫ്ലോ ചെയ്യുന്നത്? ഈ പാത്തിൽ ഫ്ലോ ചെയ്യുന്നതാണ് ചാർജസ് അല്ലെങ്കിൽ കറന്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു ഡെഫിനിഷൻ വേണമെന്ന് വെക്കുക. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഫോർ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്? An electric circuit is a closed conductive path that provides a way for charges to flow through various electrical devices. എന്ന് വെച്ചാൽ ഒരു അടഞ്ഞിരിക്കുന്ന പാത്ത്, ഒരു വഴി, ആ വഴിയുടെ ത്രൂ ആണ് എന്താ ഫ്ലോ ചെയ്യുന്നത്? കറന്റ് അല്ലെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യുന്നു. ആ ചാർജ് ഫ്ലോ കാരണം എന്താണ്? നമ്മളുടെ ഡിവൈസസ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ പാത്ത് ക്ലോസ്ഡ് ആവേണ്ടത് ഒരു ആവശ്യം ആണ്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ഇലക്ട്രിക് കറന്റ്? സോ ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിൽ കോമ്പണൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതൊരു സെല്ലാണ്, ഇതൊരു ബൾബായി, ഇതൊരു സ്വിച്ച് അല്ലെങ്കിൽ കീ എന്ന് പറയാം, ഇത് നമ്മളുടെ വയേഴ്സ് ആയി. അപ്പോൾ നമ്മൾ ഈ കണക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കണക്ഷൻസ് ഒക്കെ എന്താണ്? ക്ലോസ്ഡ് കണക്ഷൻസ് ആണ്. ഇവിടെ ഈ കീ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു ക്ലോസ്ഡ് കണക്ഷൻ ആണ്. ഈ ക്ലോസ്ഡ് കണക്ഷൻസ് ഉള്ള കാരണം ഈ സർക്യൂട്ടിന്റെ ഉള്ളിൽ, ഈ ക്ലോസ്ഡ് പാത്തിന്റെ ഉള്ളിൽ എന്താണ് ഫ്ലോ ചെയ്യുന്നത്? ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ചാർജ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോൺസിന്റെ ഫ്ലോനെയാണ് നമ്മൾ കറന്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാർജ് യൂണിറ്റ് എന്താണ്? കൂളംബ് എന്നാണ്. ചാർജ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? യൂസിങ് കൂളംബ് ആണ്, ക്യാപിറ്റൽ സി. അപ്പോൾ നമ്മളുടെ ടൈമിന്റെ യൂണിറ്റ് എന്താണ് നോർമലി യൂസ് ചെയ്യുന്നത്? നമ്മൾ സെക്കൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സമയത്തിന്റെ കൂടെ ഈ ചാർജിന്റെ മൂവ്മെന്റിന് നമ്മൾ പേര് കൊടുത്തു. ആ പേര് എന്താണ്? കറന്റ്. അപ്പോൾ ഇതിന് നമ്മൾക്ക് ഡെഫിനിഷൻ മനസ്സിലാക്കാം. കാരണം ഡെഫിനിഷൻ എന്താണ് എക്സാക്ട്ലി എന്ന്. സോ ആ ബേസിസ് ഡെഫിനിഷൻ എന്താണ് കറന്റിന്റെ? ദ ഫ്ലോ ഓഫ് ചാർജസ് ഇസ് നോൺ ആസ് ഇലക്ട്രിക് കറന്റ്. ഇറ്റ്സ് യൂണിറ്റ് ഇസ് ആംപിയർ. അപ്പോൾ നമ്മളുടെ ഈ ചാർജസ് ഒരു സിസ്റ്റത്തിൽ ഫ്ലോ ചെയ്യണതിനെ നമ്മൾ കറന്റ് എന്നാണ് പറയാ. അതിന് യൂണിറ്റും ഉണ്ട്. യൂണിറ്റ് എന്താണ് അതിന്റെ? ആംപിയർ. സ്മോൾ എ എം പി ഇ ആർ ഇ, ലോങ് ഫോമിൽ, ഷോർട്ട് ഫോമിൽ ക്യാപിറ്റൽ എ. സോ ഒരു സർക്യൂട്ടിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഒരു സെക്കൻഡിൽ 1 കൂളംബ് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ 1 കൂളംബ് ഓഫ് ചാർജ് ഇസ് ഫ്ലോയിങ് എവറി സെക്കൻഡ് ത്രൂ എ സർക്യൂട്ട്. ആ കേസിൽ നിന്നാണ് ദിസ് ഇസ് ഈക്വൽ ടു 1 ആംപിയർ ഓഫ് കറന്റ്. എന്ന് വെച്ചാൽ സർക്യൂട്ടിലത്തെ ഏത് പോയിന്റിൽ നിന്നും എല്ലാ സെക്കൻഡിലും 1 കൂളംബ് ചാർജ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ 1 കൂളംബ് പെർ സെക്കൻഡ് ഓർ 1 ആംപിയർ ഓഫ് കറന്റ് എന്നാണ് പറയാം. സോ നമ്മൾക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഡെഫിനിഷൻ ആണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇസ് ദി amount of energy required to move a unit charge between 2 points. It is measured using volt. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഏതെങ്കിലും 2 പോയിന്റ് എടുക്കാമെന്ന് വെക്കുക, എ ആൻഡ് ബി എടുക്കാമെന്ന് വെക്കുക. എ തൊട്ട് ബി വരെ നമ്മൾ ഒരു ചാർജ് വിടാണെങ്കിൽ ആ ചാർജിനെ എ തൊട്ട് ബി വരെ എത്തിക്കാനായിട്ട് നമ്മൾ എത്ര എനർജി യൂസ് ചെയ്തു, അവരുടെ റേഷ്യോ ആണ് നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് മെഷർമെന്റ് ഓഫ് ദ എനർജി റിക്വയർഡ് ഫോർ മൂവിങ് എ amount of charge from one point to another point in a circuit. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള കാരണമാണ് ചാർജ് ആക്ച്വലി സർക്യൂട്ടിൽ മൂവ് ചെയ്യുന്നത്. 2 പോയിന്റ്സിന് തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചാർജ് ഫ്ലോ നമ്മൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് മാത്തമാറ്റിക്കലി നോക്കാം ഈ പൊട്ടൻഷ്യൽ എക്സാക്ട്ലി എങ്ങനെ ഡിഫൈൻ ആവണമെന്ന്.
Mathematically, if 1 joule of work is done in moving 1 coulomb of charge, എന്ന് വെച്ചാൽ നമ്മളിൽ 2 points ഉണ്ട്. ആ 2 pointsന്റെ ഉള്ളിൽ ഒരു കൂളും ചാർജ് മൂവ് ചെയ്യാനായിട്ട് ഞാൻ 1 joule of energy യൂസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ mathematically, if 1 joule of work is done in moving 1 coulomb of charge, എന്ന് വെച്ചാൽ 2 points തമ്മിൽ ഒരു കൂളും ചാർജ് മൂവ് ചെയ്യാനായിട്ട് നമ്മൾക്ക് 1 joule energy യൂസ് ചെയ്യേണ്ടി വന്നു. ആ കേസിൽ the potential difference between those points is 1 joule per coulomb or 1 J per C, that is equal to 1 volt. എന്ന് വെച്ചാൽ നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കാര്യം മെഷർ ചെയ്യുന്നത് വോൾട്ട്സിലാണ്. 1 volt is equal to 1 joule per coulomb. എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. ഇറ്റ് ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ ദ വർക്ക് ഡൺ ആൻഡ് ദ ചാർജസ് മൂവ്ഡ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. നമ്മൾക്ക് റിയൽ ലൈഫിൽ പല സർക്യൂട്ട്സ് ഡീൽ ചെയ്യേണ്ടി വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ സർക്യൂട്ട് ഉള്ളത് എന്താണ്? ഒരു ബാറ്ററി ഉണ്ട്, അത് ഒരു റെസിസ്റ്ററുടെ ത്രൂ കറണ്ട് വിള ചെയ്യുന്നത്. ഇറ്റ് സെൻഡിങ് കറണ്ട് ത്രൂ എ റെസിസ്റ്റർ. അതിന്റെ ഉള്ളിലുള്ള കറണ്ട് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ആമീറ്റർ ഉണ്ട്. ആൻഡ് ആമീറ്റർ ഇസ് എ ഡിവൈസ് ഫോർ മെഷറിംഗ് കറണ്ട്. വോൾട്ടേജ് എത്ര അറിയണം നമ്മൾ ബാറ്ററിയുടെ? അപ്പോൾ നമ്മൾ ഒരു വോൾട്ട് മീറ്റർ ഇവിടെ ഫിറ്റ് ചെയ്തു. വോൾട്ട് മീറ്റർ വിൽ മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വോൾട്ടേജ്. പക്ഷേ ഇങ്ങനത്തെ ഡയഗ്രാംസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതൊക്കെ ഡ്രോ ചെയ്യുന്നത് എളുപ്പമല്ല. വി നീഡ് എ സിംപ്ലർ വേ. ഒരു എളുപ്പമായിട്ടുള്ള വഴി നമുക്ക് വേണം ഇതൊക്കെ ഡ്രോ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിനുണ്ടാകും നമ്മൾ സർക്യൂട്ട് സിമ്പിൾസും സർക്യൂട്ട് ഡയഗ്രാംസും യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വോൾട്ട് മീറ്റർ ഉണ്ടാക്കാന്ന് വെക്കുക. സോ വാട്ട് ഡസ് എ വോൾട്ട് മീറ്റർ ലുക്ക് ലൈക്ക്? ഇതിന്റെ സിമ്പിൾ എന്താവും? ഒരു സിമ്പിൾ സർക്കിൾ, അതിൻ്റെ ഉള്ളിൽ വി സൈൻ, 2 വയർ, പോസിറ്റീവ് ടെർമിനലിന്റെ മാർക്ക്. ഇതാണ് സിമ്പിൾ ഫോർ എ വോൾട്ട് മീറ്റർ. അങ്ങനെ തന്നെ നമ്മൾ ഒരു ആമീറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇതൊരു ആമീറ്റർ ആണെങ്കിൽ അതേ സർക്കുലർ സിമ്പിൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്നു എ. ഇവിടെ തന്നെ നമ്മൾ എഴുതുന്നു ഒരു പോസിറ്റീവ് സൈൻ ഫോർ പോസിറ്റീവ് കണക്ഷൻ, പോസിറ്റീവ് ടെർമിനൽ. അങ്ങനെ തന്നെ നമ്മൾ 2 വയർ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, കണക്ട് ആവേണ്ടെന്ന് കാണിക്കാനാണെങ്കിൽ നമ്മൾ 2 വയർ ഡ്രോ ചെയ്യുന്നു. അവരുടെ ഇന്റർസെക്ഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഡോട്ട് ഉണ്ടാക്കിയിട്ട് കാണിക്കണം. അപ്പോൾ ഇത് 2 കണക്റ്റഡ് വയർസ് ആണ്. നമ്മളൊരു ഓപ്പൺ സ്വിച്ച് കാണിക്കണമെങ്കിൽ അത് കാണിക്കുന്നത് എങ്ങനെയാണ്? സോ ദിസ് ഇസ് എ വയർ കണക്ഷൻ. ദിസ് ഇസ് എ വയർ കണക്ഷൻ. ഒരു ഓപ്പൺ സ്വിച്ച് ആണെങ്കിൽ അത് ഇങ്ങനെ കാണിക്കുക. ദിസ് ഇസ് ആൻ ഓപ്പൺ സ്വിച്ച്. ഒരു ക്ലോസ് സ്വിച്ച് ആണെങ്കിലോ ഇതാണ് ഒരു ക്ലോസ്ഡ് സ്വിച്ച്. ഒരു ലൈറ്റ് ബൾബ് കാണിക്കണമെങ്കിലോ this is a light bulb. അപ്പോൾ ഈ സിമ്പിൾസ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. Symbols like these are much easier to make compared to a full diagram. That is why we use circuit symbols. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പല സിമ്പിൾസ് ഉണ്ടാവും. പ്ലീസ് മെമ്മറൈസ് ദോസ് സിമ്പിൾസ് ഫോർ യുവർ എക്സാം. ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി എക്സാം സ്റ്റാൻഡ് പോയിന്റ്. സോ ഇങ്ങനത്തെ ഒരു വലിയ ഡയഗ്രാം ഉണ്ടാക്കാൻ എളുപ്പം എന്താണ്? വി ക്യാൻ മേക്ക് എ സിമ്പിൾ ലൈക്ക് ദിസ്, സർക്യൂട്ട് ഡയഗ്രാം ലൈക്ക് ദിസ് ടു മേക്ക് അവർ വർക്ക് ഈസിയർ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇറ്റ്സ് എ വെരി ബേസിക് ലോ. ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ലോ ആണ്, ഓംസ് ലോ എന്നാണ് പറയാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഈ ലോയുടെ? For a metallic conductor, the potential difference across the conductor is directly proportional to the current flowing across it. എന്ന് വെച്ചാൽ നമ്മളിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ഇത് നമ്മളൊരു കണ്ടക്ടറാണ്. ഇത് നമ്മൾ കണക്ട് ചെയ്തു ഒരു വോൾട്ടേജ് സോഴ്സിന്റെ കൂടെ. ഇതിലൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ കറണ്ട് നമ്മളുടെ I ആണ്. അപ്പോൾ ഇത് ഒരു മെറ്റാലിക് കണ്ടക്ടർ ആണെങ്കിൽ ഇതിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തുകൊണ്ട് പ്രൊപ്പോർഷണൽ ആവും ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ കൂടെ. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി മനസ്സിലാക്കാം ഇതിന്റെ അർത്ഥം എന്താണെന്ന്. സോ നമ്മളിപ്പോൾ എന്താ മനസ്സിലാക്കിയത്? V is proportional to I എന്നാണ്. എന്ന് വെച്ചാൽ V upon I എന്താവും? അവരുടെ റേഷ്യോ എന്താവും? ഒരു കോൺസ്റ്റന്റ് ആവും. ആ കോൺസ്റ്റന്റ് ആയി നമ്മൾ പുതിയ പേരിട്ടു, അതെന്താണ്? R എന്നാണ്. സോ V upon I is equal to R. അപ്പോൾ ഈ ഐ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവുന്നു? V is equal to IR എന്നൊരു റിലേഷൻഷിപ്പാണ് നമ്മൾക്കിപ്പോൾ കിട്ടുന്നത്. ഓർ വി ക്യാൻ സേ R is equal to V upon I എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് I ട്രാൻസ്പോസ് ചെയ്യാണ് ഇവിടെ കൊണ്ടുവരാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷനിലാണ്, ഇവിടെ അത് ഡിവിഷനായി മാറും. സോ R is equal to V upon I. Or we can also say that I is equal to V upon R. അപ്പോൾ this is the derivation for Ohm's law. അപ്പോൾ Ohm's law എന്താണ് പറയുന്നത്? ഒരു മെറ്റാലിക് സർക്യൂട്ടിനായിട്ട് വിയും അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും എന്നാണ് അവർ പറയുന്നത്.
അപ്പോൾ ക്വസ്റ്റനിൽ വരുന്ന എന്താണ്, വാട്ട് ഇസ് ദിസ് ആർ? നമ്മൾ ഈ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആർ എക്സാക്ട്ലി എന്താണ്? ഇത് നമ്മൾ എന്താ പറയാ, റെസിസ്റ്റൻസ് എന്നാണ് ഇതിനെ നമ്മൾ പറയാ. സോ വാട്ട് ഇസ് റെസിസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കാം. സോ ദിസ് ഇസ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസിന്റെ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സർക്യൂട്ട് ഡയഗ്രാംസിൽ. നിങ്ങളുടെ വീട്ടുകളുടെ ഡിവൈസസിൽ മൊബൈൽ ഫോൺസ്, ടെലിവിഷൻസ്, അതിലൊക്കെ നിങ്ങൾ സർക്യൂട്ട് ബോർഡിൽ ഈ ഓബ്ജക്റ്റ് കണ്ടുണ്ടാവും. അപ്പോൾ ദീസ് ആർ സ്മോൾ കാർബൺ റെസിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്താണ്, ഈ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നതിന് കാരണം എന്താണ്? വാട്ട് ഇസ് ദ സോഴ്സ് ഓഫ് ദിസ് റെസിസ്റ്റൻസ്? അപ്പോൾ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാമെന്ന് വെക്കുക. ലെറ്റ്സ് സേ ദാറ്റ് യു ഹാവ് എ കണ്ടക്ടർ. നിങ്ങളുടെ കയ്യിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടറുടെ തിക്നെസ് എത്രയാണ്? സ്മോൾ എ. എന്ന് വെച്ചാൽ അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാണ്? സ്മോൾ എ. അത് യൂണിഫോം ആണ്, എല്ലായിടത്തും സ്മോൾ എ തന്നെയാണ്. ഇതിന്റെ ലെങ്ത്തും ഉണ്ട്. ലെങ്ത് എത്രയാണ് ഇതിന്റെ? സ്മോൾ എൽ. അപ്പോൾ നിങ്ങൾ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി. അതിൽ എന്താ കണ്ടുപിടിച്ചേ? വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്? യു ഫൗണ്ട് ഔട്ട് ദാറ്റ് ഇഫ് യു ഇൻക്രീസ് ലെങ്ത്, നമ്മൾ ഇതിന്റെ ലെങ്ത് കൂട്ടാണ്, ഇതിന്റെ ഏരിയ മാറ്റാണ്ട്, ദ ഏരിയ റിമെയിൻസ് ദ സെയിം. നിങ്ങൾ ലെങ്ത് കൂട്ടാണെങ്കിൽ എന്തുണ്ടാവുന്നു? റെസിസ്റ്റൻസ് കൂടാ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അപ്പോൾ റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഇത് നിങ്ങൾ കണ്ടുപിടിച്ചു. വേറെ എന്താ കണ്ടുപിടിച്ചത്? നിങ്ങൾ ഇതിന്റെ ഏരിയ കൂട്ടാണെന്ന് വെക്കുക. ഇഫ് യു ആർ മേക്കിംഗ് ദ വയർ തിക്കർ, യു ആർ ഇൻക്രീസിംഗ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ആ കേസിൽ എന്താ കണ്ടുപിടിക്കുന്നത്? റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. ദ റെസിസ്റ്റൻസ് ഇസ് ഗോയിങ് ഡൗൺ. എന്ന് വെച്ചാൽ ആർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ടേം കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു എൽ ഡിവൈഡഡ് ബൈ എ. അപ്പോൾ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി റിമൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വി വിൽ പുട്ട് എ കോൺസ്റ്റന്റ് ഹിയർ. അപ്പോൾ എന്താവും? ആർ ഇസ് ഈക്വൽ ടു റോ എൽ അപ്പോൺ എ. ആർ ഇസ് ഈക്വൽ ടു റോ എൽ അപ്പോൺ എ. അപ്പോൾ ഈ കേസിൽ നമ്മളുടെ കയ്യിൽ ഒരു പുതിയ ടേം വന്നു. അതെന്താണ്? റോ. ദിസ് ഇസ് ദ ഗ്രീക്ക് ലെറ്റർ. ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്. പ്രൊണൗൺസിയേഷൻ എന്താണ് ഇതിന്റെ? റോ എന്നാണ് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ. ഇത് പി അല്ല, ഇത് റോ എന്നാണ് പറയാ. അപ്പോൾ ഇത് എന്തിന്റെ സിമ്പിൾ ആണ്? ഇതിന് നമ്മൾ പറയാ റെസിസ്റ്റിവിറ്റിയുടെ സിമ്പിൾ ആണ്. നോട്ട് റെസിസ്റ്റൻസ്. ഇത് റെസിസ്റ്റൻസ് അല്ല, ഇതെന്താണ്? റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു റോ ടൈംസ് എൽ ഡിവൈഡഡ് ബൈ എ. എന്ന് വെച്ചാൽ റെസിസ്റ്റിവിറ്റി ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി ആണ് ഒരു മെറ്റീരിയലിന്റെ. നിങ്ങളിൽ ഒരു കഷ്ണം കോപ്പർ ഉണ്ടെങ്കിൽ വേൾഡിൽ എവിടുന്ന് ആ കോപ്പർ കൊണ്ടുവന്നതാണെങ്കിലും അതിന്റെ റെസിസ്റ്റിവിറ്റി സെയിം ആയിട്ടായിരിക്കുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓർ ഷേപ്പ് ഓഫ് ദി ഓബ്ജെക്ട്. എന്ന് വെച്ചാൽ കോപ്പറുടെ ഒരു നീണ്ട വയറാണെങ്കിലും കോപ്പറുടെ ഒരു കഷ്ണമാണെങ്കിലും രണ്ടിന്റെയും റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും. പക്ഷേ ആ കോപ്പറിന്റെ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ആർ എന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുക? അതിന്റെ നീളം എത്ര കൂടുന്നു, റെസിസ്റ്റൻസ് കൂടും. അതിന്റെ ക്രോസ് സെക്ഷൻ എത്ര കൂടുന്നു, റെസിസ്റ്റൻസ് അത്ര കുറയും. എന്ന് വെച്ചാൽ ഒരു ഓബ്ജക്റ്റിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിലാണ്? അതിന്റെ റെസിസ്റ്റിവിറ്റി, അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആൻഡ് ഇറ്റ്സ് ലെങ്ത്. ഈ കാര്യങ്ങളിലാണ് നമ്മളുടെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നതാണ് നമ്മളുടെ വി ഐ റിലേഷൻഷിപ്പ് എന്നാണ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? നമ്മൾ വോൾട്ടേജും കറന്റിന്റെയും ഒരു ഗ്രാഫ് ഉണ്ടാക്കി. അപ്പോൾ എക്സ് ആക്സിസിൽ എന്താണ്? കറന്റ് ആണ്. വൈ ആക്സിസിൽ എന്താണ്? വോൾട്ടേജ് ആണ്. അപ്പോൾ ഫോർ ആൻ ഐഡിയൽ കണ്ടക്ടർ, ഒരു ഐഡിയൽ കണ്ടക്ടറിനായിട്ട് നമ്മൾ ഈ ഗ്രാഫ് ഉണ്ടാക്കാൻ നമ്മൾ എന്താ കാണുന്നത്? ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നമ്മൾ എവിടെ നോക്കുകയാണെങ്കിലും സെയിം ആണ്. ദിസ് ഗ്രാഫ് ഹാസ് ദ സെയിം സ്ലോപ്പ് എവ്രിവെയർ. അതിന്റെ സ്ലോപ്പ് എല്ലായിടത്തും സെയിം ആണ്. ഈ സ്ലോപ്പ് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദിസ് സ്ലോപ്പ് ഇസ് ഡിപ്പെൻഡിങ് ഓൺ ദ റെസിസ്റ്റൻസ്. ഇത് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഫോർ ആൻ ഐഡിയൽ കണ്ടക്ടർ നമ്മൾ ഏത് വോൾട്ടേജും കറണ്ട് നോക്കുകയാണെങ്കിലും അവരുടെ റേഷ്യോ സെയിം ആയിട്ടിരിക്കും. എന്ന് വെച്ചാൽ ഫോർ ദി ഐഡിയൽ കണ്ടക്ടർ അതിൽ വോൾട്ടേജ് എത്ര അപ്ലൈ ചെയ്താലും കറണ്ട് എത്ര ഫ്ലോ ചെയ്താലും അതിന്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ആവില്ല. അതാണ് ഈ സ്ട്രേറ്റ് ലൈൻ നമുക്ക് കിട്ടുന്നത്. ഈ സ്ലോപ്പ് മാറാണ്ട് തന്നെ ഒരു സ്ട്രേറ്റ് ലൈൻ നമ്മൾക്ക് കിട്ടുന്നത്. നമ്മൾ ഈ അടുത്ത ടോപ്പിക് മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? ഈക്വിവലന്റ് റെസിസ്റ്റൻസ്. എന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിൽ നമ്മൾക്ക് റെസിസ്റ്റൻസസ് പല വിധത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡിഫറെന്റ് കണക്ഷൻസിന് കാരണം നമുക്ക് എത്രയാണ് നെറ്റ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടാൻ പോകുന്നതാണ് നമ്മൾക്ക് ഇനി മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ട്സിൽ റെസിസ്റ്റൻസസ് കണക്ട് ചെയ്യാൻ രണ്ട് മെയിൻ വഴികളുണ്ട്. ദ ഫസ്റ്റ് വേ ഇസ് സീരീസ് കണക്ഷൻ, ദ സെക്കൻഡ് വേ ഇസ് പാരലൽ കണക്ഷൻ. നമുക്ക് ഡിഫറൻസസ് നോക്കാം. സോ ദ ഫസ്റ്റ് മെത്തഡ് വി അണ്ടർസ്റ്റാൻഡ് ഇസ് സീരീസ് റെസിസ്റ്റൻസ് മെത്തഡ് ഓർ സീരീസ് കണക്ഷൻ മെത്തഡ്. സോ ഹൗ ഡസ് ദാറ്റ് വർക്ക്? അപ്പോൾ ഒരു സർക്യൂട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിൽ റെസിസ്റ്റൻസസ് ഉണ്ട്. നമ്മൾ റെസിസ്റ്റൻസസ് ഒരു സൈഡിൽ കണക്ട് ചെയ്യണു ഒരു
പവർ സോഴ്സിൻ്റെ കൂടെ അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, നമ്മളിൽ ഒരു ബാറ്ററി ഉണ്ട്, ഇത് നമ്മൾ കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ ഈ റെസിസ്റ്റൻസിനെ ഇവിടെ കണക്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഇത് R1 ആണ്, ഇത് R2 ആണ്, ഇത് R3 ആണ്. 3 റെസിസ്റ്റൻസസ് ഉണ്ട്, വയേഴ്സ് ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട്. നിങ്ങൾ കാര്യം നോട്ടീസ് ചെയ്യും, ഇങ്ങനത്തെ കണക്ഷനിൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് കണക്ഷൻ ഏത് 2 റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിലും അവർക്ക് ഒരു കോമൺ കണക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ R1 R2ന് ഒരു കോമൺ കണക്ഷൻ ഉണ്ട്, ആൻഡ് R2 R3നും ഒരു കോമൺ കണക്ഷനേ ഉള്ളൂ. അപ്പോൾ ഈ കണക്ഷനെ നമ്മൾ എന്താ പറയുക, സീരീസ് കണക്ഷൻ എന്നാണ് ഇതിനെ നമ്മൾ പറയുക. സീരീസ് കണക്ഷൻ ഓർമ്മ വെക്കുക, all resistances in the series connection will have the same current. ഒരു സീരീസ് കണക്ഷൻ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും സെയിം കറണ്ട് ആണ് കിട്ടുന്നത്. നോട്ട് ഈക്വൽ കറണ്ട്സ്, ദ സെയിം കറണ്ട്. എന്ന് വെച്ചാൽ R1 ത്രൂ ഫ്ലോ ചെയ്യുന്ന കറണ്ട് തന്നെയാണ് R2ലും ഫ്ലോ ചെയ്യുക, R3ലും ഫ്ലോ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് 3 കറണ്ട് കിട്ടില്ല, I1 I2 I3 ആവില്ല. സെയിം കറണ്ട് തന്നെയാണ് 3 കേസിലും ഫ്ലോ ചെയ്യാൻ പോകുന്നത്. സോ ഇൻ എ സീരീസ് കണക്ഷൻ the current flowing through all the series resistors will be identical, will be equal or the same. അടുത്ത കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ റെസിസ്റ്റർ R1, ഇത് R2, ഇത് R3, ഇവരുടെ അക്രോസ് ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം ഇവർക്കൊരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ 3 റെസിസ്റ്റേഴ്സിന്റെ അക്രോസും ഓരോരോ വോൾട്ടേജ് ഉണ്ടാവും. അതെന്തൊക്കെയാവും? ഇവിടെ അത് V1, ഇവിടെ അത് V2, ഇവിടെ അത് V3 എന്ന് ആവും. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. We will use Ohm's law. അപ്പോൾ V1 equal to എന്താവും? This will be I multiplied by R1. V2 എന്താവും? I multiplied by R2. V3 എന്താവും? I multiplied by R3. അപ്പോൾ സെയിം കറണ്ട് ആണെങ്കിലും വോൾട്ടേജസ് ഡിഫറെന്റ് ആവാം. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിലാണ്? ഇറ്റ് ഇസ് ഗോയിങ് ടു ഡിപ്പെൻഡ് ഓൺ ദ വാല്യൂ ഓഫ് ദി റെസിസ്റ്റൻസ്. 3 റെസിസ്റ്റൻസും സെയിം ആണെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്സും ഈക്വൽ ആവും. പക്ഷേ total voltage drop എന്തിന്റെ ഈക്വൽ ആവും? that will be equal to the source voltage. ഇവരുടെ സം, ഈ 3 വോൾട്ടേജിന്റെ സം എന്തിന്റെ ഈക്വൽ ആവും? സോഴ്സ് വോൾട്ടേജിന്റെ ഈക്വൽ ആവും. സോ Vs will be equal to V1 plus V2 plus V3. എന്ന് വെച്ചാൽ this will be equal to എന്താവും? I R1 plus I R2 plus I R3. അപ്പോൾ നമ്മൾക്കിത് കോമൺ എടുക്കാം. I becomes common, R1 plus R2 plus R3. അപ്പോൾ ഈ സിസ്റ്റത്തിന് ഇത് എന്തിന്റെ ഈക്വൽ ആണ്? ദിസ് ഇസ് ഈക്വൽ ടു Vs. അപ്പോൾ ഈ സിസ്റ്റത്തിന് ടോട്ടൽ ആയിട്ടുള്ള ഒരു ഐഡന്റിക്കൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു ഈക്വൽ റെസിസ്റ്റൻസും ഉണ്ടാവും. അപ്പോൾ അത് എന്തിന്റെ ഈക്വൽ ആണ്? Vs എന്തിന്റെ ഈക്വൽ ആണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു the total current I multiplied by the equivalent resistance. എന്ന് വെച്ചാൽ Vs നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I multiplied by R equivalent. അപ്പോൾ 2 സൈഡിലും നമ്മളുടെ I ക്യാൻസൽ ആവാ ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ എന്തുണ്ടാവണു? R equivalent എന്താണ്? This is equal to R1 plus R2 plus R3. എന്ന് വെച്ചാൽ ഒരു സീരീസ് കണക്ഷനിൽ, റെസിസ്റ്റർ സീരീസ് കണക്ഷനിലാണെങ്കിൽ നെറ്റ് ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്താണ്? ഇവരുടെ ആൽജിബ്രേക്ക് സം ആണ് R1 plus R2 plus R3. ഇത് അത്ര സിമ്പിൾ ആണ്. ഇത് ഓർമ്മ വെക്കുക. ഫോർ എ സീരീസ് കണക്ഷൻ വോൾട്ടേജ് ഡ്രോപ്സ് ഡിഫറെന്റ് ആവാം, പക്ഷെ കറന്റ് എല്ലാവർക്കും സെയിം ആണ്. അപ്പോൾ ആ ഇൻഫർമേഷന്റെ കൂടെ നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ റിസൾട്ട് കിട്ടും. R equivalent is equal to R1 plus R2 plus R3. 4 റെസിസ്റ്റൻസ് ആണെങ്കിൽ R3 plus R4 ഉണ്ടാവും. 100 റെസിസ്റ്റൻസ് ആണെങ്കിൽ R1 തൊട്ട് R100 വരെ എത്ര റെസിസ്റ്റൻസസ് ആണോ അവരെ ആഡ് ചെയ്യുക. That will give you the equivalent resistance. Very simple, very straightforward. Please practice this derivation at home. നമ്മൾ അടുത്ത കണക്ഷൻ ടെക്നിക്ക് പഠിക്കാൻ പോകുന്നതാണ് പാരലൽ റെസിസ്റ്റൻസ് ആണ്. സീരീസ് റെസിസ്റ്റൻസിലത്തെ പ്രശ്നം എന്താണ്? നമ്മളുടെ ദിവാലി ലൈറ്റ്സ് അല്ലെങ്കിൽ ഓണത്തിന് നമ്മൾ വെക്കുന്ന ലൈറ്റ് ഇല്ലേ, അതിൽ എല്ലാം ബൾബും സീരീസിലാണെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുക? ഏതെങ്കിലും ഒരു ബൾബ് പൊട്ടിയാൽ, ഇഫ് വൺ ബൾബ് ഫെയിൽസ്, എന്താണ്? ഒരു വഴി മാത്രം കറണ്ടിനുള്ളതിൽ. ദർ ഇസ് ഓൺലി വൺ വേ ഫോർ കറണ്ട് ടു ഫ്ലോ. അപ്പോൾ ഒരു ബൾബ് പൊട്ടാണെങ്കിലും ദി എൻറ്റയർ ലൈൻ ഗോസ് ഡൗൺ, എല്ലാ ബൾബും ഓഫ് ആവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ കണക്ട് ദം ഇൻ പാരലൽ. അതിന് അർത്ഥം എന്താണ്? ഇൻ എ പാരലൽ കണക്ഷൻ ലെറ്റ് us say that we have resistances. അപ്പോൾ നമ്മളിൽ R1 ഉണ്ട്, നമ്മളിൽ R2 ഉണ്ട്. ഈ കേസിൽ പാരലൽ കണക്ഷൻ്റെ അർത്ഥം എന്താണ്? നമ്മളിൽ ബാറ്ററി ഉണ്ട്. നമ്മൾ ഈച്ച് റെസിസ്റ്ററിന് 2 സെപ്പറേറ്റ് കണക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ റെസിസ്റ്ററിന് ഓരോ കണക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് R1 ആൻഡ് R2
have two connections in common. ഇവർക്ക് രണ്ട് കണക്ഷൻ കോമൺ ആണ് പരസ്പരം. In this case, we say that they are connected in parallel. They are connected in parallel to each other. നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? സീരീസ് കണക്ഷനിൽ ഈ രണ്ട് റെസിസ്റ്റൻസിന് ഒരു കോമൺ കണക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ പാരലൽ കണക്ഷനിൽ എന്താണ് കാണുന്നത്? ഈ രണ്ട് റെസിസ്റ്റേഴ്സിന് രണ്ട് കണക്ഷൻസ് പരസ്പരം കോമൺ ആയിട്ട് ഉണ്ട്. മറ്റർത്ഥം എന്താണ് ഇതിന്റെ? ഈ കേസിൽ നമ്മൾക്ക് സെയിം വോൾട്ടേജ് ആണ് R1 and R2 കിട്ടുന്നത്. സീരീസ് റെസിസ്റ്റൻസിൽ നിന്നുണ്ടാവുന്നു all resistances have the same current. In a parallel resistance, in a parallel connection, all resistances have the same voltage. എന്ന് വെച്ചാൽ ഇതിന്റെ അക്രോസും V തന്നെയാണ് വോൾട്ടേജ്, VS ആണ്. ഇതിന്റെ അക്രോസും VS തന്നെയാണ് നമ്മളുടെ വോൾട്ടേജ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഡിഫറൻസ് എന്താണ്? In a parallel connection, each resistor is getting a separate current. എന്ന് വെച്ചാൽ ഈ കേസിൽ R1 I1 കറന്റ് ആണ്, R2 I2 കറന്റും ആണ്. I1 I2 ഐഡന്റിക്കൽ ആവാം, ഐഡന്റിക്കൽ ആവാണ്ടും ഇരിക്കാം. അത് ഡിപെൻഡ് ചെയ്യുന്ന എന്തിലാണ്? ഇറ്റ് വിൽ ഡിപെൻഡ് ഓൺ ദ വാല്യൂസ് ഓഫ് R1 ആൻഡ് R2. ബട്ട് ഇവരുടെ അക്രോസ് വോൾട്ടേജസ് സെയിം തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് നോക്കാം, ഒരു കറന്റ് IS ട്രാവൽ ചെയ്യുന്നുണ്ട് ഈ സർക്യൂട്ടിലേക്ക്. അത് ഇവിടെ എത്തിയിട്ട് രണ്ട് കറണ്ടായി മാറാ ചെയ്യുന്നുണ്ട്, I2 ആൻഡ് I1. അപ്പോൾ ഒരു കറന്റ് നമുക്ക് ഇവിടെ വരെ കിട്ടുന്നു, ഈ പോയിന്റ് വരെ. അത് കഴിഞ്ഞിട്ട് it's turning into two currents, right? It is turning into I1 and I2. So IS എന്താണ്? IS is equal to current I1 plus current I2. അപ്പോൾ ഈ കറന്റ് I1 I2 വാല്യൂസ് എന്താണ്? We will use Ohm's law. ഓർമ്മ വെക്കുക, R1 and R2 are getting the same voltage. എന്ന് വെച്ചാൽ I1 is equal to VS upon R1, I2 is equal to VS upon R2. ഇതുണ്ട് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരു IS ഇല്ലേ, നമ്മളുടെ സോഴ്സ് കറന്റ് ഇല്ലേ, ദിസ് കറന്റ്, വാട്ട് ഈസ് ദാറ്റ് ഈക്വൽ ടു? ദാറ്റ് ഈസ് ഈക്വൽ ടു VS divided by the equivalent resistance of this entire circuit. അപ്പോൾ നമ്മൾക്ക് ഇവിടെ IS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, VS upon R equivalent. അപ്പോൾ ഇത് എന്ത് ചെയ്താൻ പറ്റും? VS upon R equivalent is equal to VS നമ്മൾ കോമൺ എടുത്തു, 1 upon R1 plus 1 upon R2. അപ്പോൾ if we cancel this out, നമുക്ക് റിലേഷൻഷിപ്പ് എന്താ കിട്ടുന്നത്? 1 upon R equivalent is equal to 1 upon R1 plus 1 upon R2. ഇതാണ് ഫോർമുല പാരലൽ കണക്ഷന് വേണ്ടിയിട്ട്. ഓർമ്മ വെക്കുക, സീരീസ് കണക്ഷനിൽ കറന്റ് സെയിം ആണ്, വോൾട്ടേജ് ഡ്രോപ്സ് ഡിഫറെന്റ് ആണ്. പാരലൽ കണക്ഷൻസിൽ വോൾട്ടേജ് സെയിം ആണ്, പക്ഷേ ഇൻഡിവിജ്വൽ കറന്റ്സ് എന്താണ്? ഡിഫറെന്റ് ആണ്. ആ ഇൻഡിവിജ്വൽ കറന്റ്സിനെ ആഡ് ചെയ്യുക, ഓംസ് ലോ അപ്ലൈ ചെയ്യുക, you will come to the exact same relationship. Please practice this derivation on your own. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ദ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക്കൽ കറന്റ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഫാൻ അല്ലെങ്കിൽ ടെലിവിഷൻ, ഏത് ഇലക്ട്രിക്കൽ ഡിവൈസും നമ്മൾ കുറേ നേരം ഓടിക്കുകയാണെങ്കിൽ, നമ്മുടെ ഫോൺ വരെ കുറേ നേരം ഓടുകയാണെങ്കിൽ അത് ചൂടാവും. അപ്പോൾ അതിൽ ഹീറ്റ് ഉണ്ടാവുന്നതിന്റെ കാരണം എന്താണെന്ന് സ്റ്റഡി ചെയ്ത ആളാണ് ജൂൾ. Joule was a scientist who studied the heating effect of current. So he came across an important law. നമ്മൾ എന്താ പറയാ അതിനെ? Joule's law of heating എന്നാണ് അതിന് പറയാ. അപ്പോൾ അവരെന്താ പറഞ്ഞേ? അവരെന്താ കണ്ടുപിടിച്ചേ? Joule's law of heating implies that the heat produced by a conductor is directly proportional to the square of the current, the resistance of the conductor and the time during which the current flows. അവർ കണ്ടുപിടിച്ചത് എന്താണ്? മാത്തമാറ്റിക്കലി പവർ എന്താണ്? ഇലക്ട്രിക്കൽ പവർ എന്താണ്? ഇറ്റ് ഈസ് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ കറന്റ്. എന്ന് വെച്ചാൽ V മൾട്ടിപ്ലൈഡ് ബൈ Q upon T. Q എന്താണ്? ചാർജ് ആണ്, T എന്നാണ് സമയമാണ്. സിൻസ് H is equal to P multiplied by T, എന്ന് വെച്ചാൽ ഹീറ്റ് എനർജി is equal to പവർ മൾട്ടിപ്ലൈഡ് ബൈ ടൈം. അപ്പോൾ ഈ കേസിൽ അവർ എന്ത് ചെയ്തു? പവറിന്റെ വാല്യൂ എത്രയാണ്? V ടൈംസ് I ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇവിടെ. H is equal to VI multiplied by T. നമ്മൾക്കറിയാം V is equal to I multiplied by R by Ohm's law അല്ലേ? V is equal to I times R. അപ്പോൾ ആ വാല്യൂ നമ്മൾ വീൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? H is equal to I square RT എന്ന റിലേഷൻ നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഇസ് ദ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് Joule's law of heating. So we understood Joule's law of heating. നമ്മൾ Joule's law of heating മനസ്സിലാക്കി. അതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും ഹീറ്റിംഗ് പർപ്പസ് ഉണ്ടെങ്കിൽ, ലെറ്റ് us say we are cooking food or we are heating water, നമ്മൾ എന്താ യൂസ് ചെയ്യണേ? We are using Joule's law of heating. അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര എനർജിയാണ് യൂസ് ചെയ്യുന്നത്, അതിനെങ്ങനെ ബില്ല് ചെയ്യാൻ പറ്റുക, അത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി നീഡ് എ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്തിട്ട് നോക്കാം. നമ്മൾ പവറിന് വേണ്ടി മനസ്സിലാക്കിയത് എന്താണ്? പവർ ഫോർ എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ കറന്റ്. എന്ന് വെച്ചാൽ
P is equal to V multiplied by I. Since 1 watt is equal to 1 ampere multiplied by 1 volt, that is equal to 1 VA, that is 1 volt ampere. അങ്ങനെ തന്നെ നമ്മൾ ഒരു മണിക്കൂർ ഫോർ എക്സാമ്പിൾ 1000 വാട്ട്സിന്റെ റേറ്റിലാണ് എനർജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1000 വാട്ട് പവറുള്ള ഒരു ഡിവൈസ് ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ അയൺ 1000 വാട്ടിന്റെ നമ്മൾ ഒരു മണിക്കൂർ യൂസ് ചെയ്യാന്ന് വെക്കുക. അപ്പോൾ നമുക്ക് എത്ര എനർജി ആവശ്യം വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1000 വാട്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ ഒരു മണിക്കൂർ എത്ര സെക്കൻഡ് ഉള്ളത്? 3600 സെക്കൻഡ്സ്. സോ 1 kilowatt hour is equal to 1000 watts multiplied by 3600 seconds. That is equal to 3.6 multiplied by 10 to the power 6 joules. ഈ എനർജിയുടെ amount നമ്മൾ എന്താ പറയാ? 1 kilowatt hour എന്നാണ് പറയാ. അല്ലെങ്കിൽ വീട്ടിലൊക്കെ നമ്മൾ എന്താ പറയാ? 1 യൂണിറ്റ്. അപ്പോൾ മോം അല്ലെങ്കിൽ ഡാഡ് പറയാണ് ഈ മാസം നമ്മൾക്ക് 100 യൂണിറ്റ് കറണ്ട് ചെലവായിട്ടുണ്ട്. അപ്പോൾ അവരെന്താ പറയുന്നത്? ഈ മാസം നമ്മൾ 100 kilowatt hour എനർജി യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. So this kilowatt hour is the commercial unit with which we measure electrical energy. So we have revised a lot of the important concepts for this chapter. Please practice the derivations, please practice the circuit symbols, and if you have any questions, please feel free to drop a query at manoramahorizon.com. We are here to assist you in every way possible. Thank you. Manorama Horizon. Learning made simple.